ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ 7 സീസണിലും വെച്ചിട്ട് ഇത്രയും മോശമായ ഒരു ഫാമിലി വീക്ക് ഉണ്ടായിട്ടില്ല. എല്ലാവരും മനുഷ്യന്മാരല്ലേ. ഈ ഗെയിം കഴിഞ്ഞിട്ട് എല്ലാവർക്കും പുറത്തിറങ്ങണ്ടേ? എല്ലാവർക്കും ഒരു ഫാമിലി ഇല്ലേ? എന്താ ഇവർ ചെയ്യുന്നത്? അക്ബറിൻ്റെ ഫാമിലി വന്നു, അമ്മയും ഭാര്യയാണ് വന്നത്. അക്ബറിൻ്റെ കണ്ണിൽ ധാരധാരയായിട്ട് ഒഴുകണു. അക്ബറിന് ഇങ്ങനെ കരഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല. നല്ല കണക്കിന് വായടിക്കുന്നല്ലാണ്ട് ഈ കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം വന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അമ്മയും വൈഫിനെയും കാണുമ്പോഴേക്കും അക്ബറിന് കൺട്രോളേ കിട്ടുന്നില്ല. പക്ഷേ പെട്ടെന്ന് പോകാമെന്ന് പറയാൻ പറ്റൂല്ലല്ലോ, അവർക്കൊക്കെ ഒരു ഗെയിം ഉണ്ടല്ലോ. എന്താ അക്ബറിന് ഗെയിം കൊടുത്തതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഫോട്ടോ ഫ്രെയിം ഒട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് വേറെ എക്സ്ട്രാ എല്ലാവർക്കും ഓരോരോ ഗെയിം കൊടുക്കും. ആ ഗെയിം വന്നിട്ട് ഒരു ബൗളിൽ വെള്ളം വയ്ക്കും, അതിൽ പ്ലാസ്റ്റിക് ചെറിയ തട്ട് വയ്ക്കും, അതിൻ്റെ മേലെ ഗ്ലാസ് വെക്കണം, വീണ്ടും തട്ട് വെക്കണം, ഗ്ലാസ് വെക്കണം. അത് കറക്റ്റായിട്ട് വെക്കണം. അത് സ്ട്രെയിറ്റായി വെച്ചാൽ വീണ് പോവും. അത് ക്രോസായി വെക്കണം. അക്ബറിന് നല്ല നേക്കുണ്ട്, അത് കറക്റ്റായിട്ട് അക്ബർ ചെയ്തു. ആ ടാസ്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്തു. നന്നായിരുന്നു ആ ഗെയിം. പിന്നെ അക്ബറിൻ്റെ ഭാര്യ അക്ബറിനോട് പറയണം, നിങ്ങൾ കപ്പ് അടിക്കണമെന്ന് വിചാരിക്കേണ്ട. ബെസ്റ്റ് പ്ലെയറായാൽ ആഗ്രഹിച്ചാൽ മതി, പ്ലെയറായിട്ട് വന്നാൽ മതി എന്നുള്ളത് ആഗ്രഹിച്ചാൽ മതി എന്നുള്ള രീതിക്ക് പറയണം. അക്ബർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ പറയുന്നതെന്നുള്ളത്. അവർക്കൊന്നും പുറത്ത് പറയാനും പാടില്ലല്ലോ, പുറത്തുള്ള കാര്യങ്ങൾ എന്താ നടക്കുന്നതെന്നുള്ളത് പറയാനും പാടില്ലല്ലോ. പക്ഷേ ഈ നല്ല ഹിൻ്റൊക്കെ കൊടുക്കുന്നുണ്ട് ഭാര്യ, കുഴപ്പമില്ല. പിന്നെ ആദില നൂറിയുടെ ഫ്രണ്ടാണ് വന്നത്, അതാണ് ദിയാസനവും ജാസ്മിനുമാണ് വന്നത്. 2 പേരും പഴയ ബിഗ് ബോസിൻ്റെ കണ്ടസ്റ്റൻസ് ആയിരുന്നു. ദിയ ആര്യനോട് ഇൻഡിവിജ്വലായിട്ട് കളിക്കണമെന്ന് പ്രത്യേകം പറയുന്നു. എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്തെ ദിയ പറയുന്നുണ്ടായിരുന്നു, കളിക്കുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് കളിക്കുമെന്ന് പറയുന്നുണ്ട്. ആര്യനോട് എക്സ്ട്രാ ആയിട്ട് പറഞ്ഞത് ആര്യന് തീരെ അത് ഇഷ്ടപ്പെട്ടേ ഇല്ല. ഓ എന്നോട് ഇങ്ങനെ പറയണു എന്നും പറഞ്ഞിട്ട് ജിസൈലിനോട് പോയിട്ട് പറയുന്നുണ്ടായിരുന്നു. എന്താണ് ആര്യൻ, എന്നോട് സ്പെഷ്യലായിട്ട് ദിയ പറയണു ഇൻഡിവിജ്വലായിട്ട് കളിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ പോയി പറയുന്നുണ്ടായിരുന്നു. ആദിലിക്കും നൂറിക്കും കൊടുത്ത ഗെയിം വന്നിട്ട് ബൗളിൽ തീപ്പെട്ടി ഇങ്ങനെ തട്ടണം. അത് കുറച്ച് കഷ്ടമാണ്, പക്ഷെ അത് അവർ നന്നായിട്ട് ചെയ്തു. പിന്നെ സാബമ്മൻ്റെ അച്ഛനമ്മയും വന്നിരുന്നു, അവർ വന്നു. പിന്നെ അവന് കൊടുത്ത ഗെയിം വന്നിട്ട് ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സിൽ ബോളിന് ഇങ്ങനെ തട്ടി ഇടണം. അതും സാബമ്മൻ നന്നായിട്ട് ചെയ്തു. ഈ 6 സീസണിൽ നിന്നിട്ട് ഫാമിലി റൗണ്ട് എന്ന് പറയുമ്പോൾ ആര് ഫാമിലി വരുമെന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. 6 സീസണിലും ഒരു ഫാമിലി റൗണ്ട് എന്ന് മാത്രമേ പറയുള്ളൂ. അതിൽ ആരാ വരുന്നത് എന്നുള്ളത് അറിയാൻ പറ്റില്ല. എല്ലാവരും ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ അവിടെ കാത്തിരിക്കും. പക്ഷേ ഈ പ്രാവശ്യത്തെ റൗണ്ടിലാണ് ഇന്നവർ ഫാമിലി വരുന്നുണ്ട് എന്നുള്ളത് ബിഗ് ബോസ് ഫസ്റ്റ് അനൗൺസ് ചെയ്തത്. അതുകൊണ്ട് ആര് ഫാമിലി വരുന്നോ അവരവിടെ റെഡി ആയിട്ട് കാത്തുകൊണ്ടിരിക്കും, അവർ ഫാമിലിക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിട്ടിരിക്കും. ഇതാണ് ഇപ്രാവശ്യം കൊടുത്തത്. അതുകൊണ്ട് ഈ ഫാമിലി റൗണ്ടിൽ നമുക്ക് കാണുമ്പോൾ തന്നെ വലിയ ക്യൂരിയോസിറ്റി ഒന്നും അവിടെ തോന്നിയില്ല. കാരണം ഫാമിലി റൗണ്ട് വരുമ്പോൾ ആരാ അച്ഛൻ വരുന്നത്, ആരാ അമ്മ വരുന്നത്, ഏറ്റവും വീട്ടിൽ നിന്ന് വരുന്നത് പറഞ്ഞിട്ടൊരു കാത്തിരിപ്പുണ്ടല്ലോ, അതൊരു നന്നായിരിക്കുമല്ലോ. അത് ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല. ഇന്നവരെ ഫാമിലി എന്ന് പറയുമ്പോൾ അവർ മാത്രം വരുന്ന സമയത്ത് അവർ കാത്തുകൊണ്ടിരിക്കുമല്ലോ, വലിയ തോന്നിയില്ല. പിന്നെ അനീഷ് ബിന്നിയോട് ഒരേ വഴക്ക്. പിന്നെ ഇവർക്ക് കിച്ചണിൽ വഴക്കുണ്ടാക്കാൻ പറയേ വേണ്ടല്ലോ. ബിന്നിയുടെ ഹസ്ബൻഡ് വേറെ അവിടെ വന്നിട്ടുണ്ട്. ഹസ്ബൻഡിന് ചിരിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. അയ്യോ ഇങ്ങനെ വന്നിട്ട് ഇരിക്കുന്നതിനേക്കാളും 2 മണിക്കൂറിൽ വന്നിട്ട് പോവാൻ തോന്നി ഇവരെ വഴക്കൊക്കെ കാണുമ്പോൾ. നമ്മൾക്കേ തോന്നുന്നുണ്ട്, അയ്യോ ഇത്രയും ദിവസം ബിന്നിയുടെ ഹസ്ബൻഡിനെ ഇരുത്തണ്ടായിരുന്നില്ല, മിണ്ടാണ്ട് അയച്ചുവിടായിരുന്നു, നമുക്കേ അത് ഫീൽ ആവുന്നുണ്ട്. അവർക്കും എന്താ ചെയ്യുന്നതെന്ന് അറിയാത്തൊരു ലെവലിൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മി അനീഷ് സംസാരിക്കുന്ന സമയത്ത് ഫുഡിൽ എച്ചിൽ വീണുമല്ലോ, അതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്ന് ഫുഡ് കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഇരിക്കുന്നു. എന്തായാലും ഈ ഫുഡിൽ എച്ചിൽ വീഴുമ്പോൾ ആർക്കാണെങ്കിലും കഴിക്കാൻ കഷ്ടം തന്നെയല്ലേ. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ബിന്നിയുടെ ഹസ്ബൻഡ് ഒരു പ്രൈവസിയെ കൊടുക്കുന്നില്ല ബിന്നിൻ്റെ ഹസ്ബൻഡിന്. 2 പേരും ചേർന്നിട്ട് പോയിട്ട് സംസാരിക്കുമ്പോഴേക്കും നെവിൻ പോയി സെൻറ്ററിൽ പോയിട്ട് ഇരിക്കുക. അനുമോൾക്കും ദേഷ്യം വന്നു, എന്താ നീ ഇങ്ങനെ ചെയ്യുന്നത്, ഒരു ബേസിക്കായിട്ട് ഒരു കോമൺ സെൻസ് ഇല്ലേ, അവർ 50 ദിവസം കഴിഞ്ഞിട്ട് വരികയല്ലേ, അവർ തമ്മിൽ സംസാരിച്ചോട്ടെ, അവർക്കൊരു പ്രൈവസി കൊടുക്കുമെന്ന് പറയുമ്പോൾ നെവിൻ പറയണതേ മനസ്സിലാക്കുന്നില്ല. ഹൗസ് മേറ്റ്സ് എല്ലാവരും ചേർന്നിട്ട് നെവിനെ ചീത്ത പറഞ്ഞു. നെവിൻ നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അവരുടെ പാട്ടിൽ ഇരുന്നോട്ടെ, നീ എന്തിനാ ഈ ഇടയിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ബിന്നിക്ക് മുഖയില്ല,
ഒരു സംസാരിക്കാൻ വിടുന്നില്ല, നോക്ക് അവർ ഫേസ് കണ്ടാലേ അറിയുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ബിന്നിയുടെ ഹസ്ബൻഡിനോട് നെവിൻ ചോദിക്കുന്നു, അതെ ഞാൻ വന്നത് ഇഷ്ടമല്ലേ നിങ്ങൾക്ക് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നു. അപ്പോൾ ബിന്നിയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട് അതേ ഇഷ്ടമല്ല എന്നുള്ള രീതിക്ക് തലയാട്ടിയപ്പോഴാണ് നെവിൻ അവിടെ നിന്ന് മെല്ലെ എണീച്ച് വന്നത്. വരുന്ന സമയത്ത് പില്ലോനെയൊക്കെ എടുത്ത് വീശിയിട്ടാണ് നെവിൻ വരുന്നത്. ഇത്രയ്ക്ക് ഒരു ബേസിക് ഒരു കോമൺ സെൻസ് ഇല്ലാത്ത പോലെ കാണിക്കുമ്പോൾ എന്താ കുട്ടിക്ക് നെവിൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. ഒരു ഫാമിലി ആയിട്ട് വന്നു പറഞ്ഞാലേ നെവിനെ കുറച്ച് ഇളകാനൊക്കെ തുടങ്ങുന്നുണ്ട്. അക്ബറിൻ്റെ വൈഫ് വന്നപ്പോൾ അതേപോലെ ആയിരുന്നു നെവിനെ കണ്ടത്. ആര്യനും ജിസയിലും തെറ്റിയിട്ടോ. കാരണം ആര്യൻ വന്നിട്ട് രശ്മിയോട് സംസാരിച്ചത് ജിസയിലിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവരാണല്ലോ സംസാരിക്കണമെങ്കിൽ ഇവർ മാത്രം സംസാരിച്ചാൽ മതി എന്നുള്ളതാണെന്ന് തോന്നണോ. അവർ തമ്മിൽ കുറച്ച് ഓവറായി സ്നേഹം ഒക്കെ ഓവറായി പോലെ ജിസേലിന് ഫീലിംഗ് ആയി. അതുകൊണ്ട് ഭയങ്കര വഴക്ക്, ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ ഇട്ട് അടിച്ച് വിടണോ രണ്ടുപേരും തമ്മിൽ. എന്താ ഇവർക്ക് റൂൾസൊന്നുമില്ലേ? മലയാളം സംസാരിക്കണമെന്ന് റൂൾസൊന്നും ഇല്ലയോ ഇവിടെ ബിഗ് ബോസിന്? അങ്ങനെ ഇരുന്നിട്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ ഇട്ട് സംസാരിച്ചുകൊണ്ടേ ഉണ്ട്. പിന്നെ അനുമോൾ വന്നിട്ട് ഫുഡ് സെർവ് ചെയ്തുമല്ലോ, എല്ലാവർക്കും കറക്റ്റായിട്ട് ഫുഡ്. അതിൻ്റെ മുമ്പേ വന്നിട്ട് അനുമോളും ഷാനവാസും കുറച്ച് ഉടക്കുണ്ടാക്കിയിട്ടുണ്ട്. ഫുഡ് സെർവ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും പ്ലേറ്റിലിട്ടു, ചോറിട്ടു, കറി എന്താണ് മട്ടൻ കറി എല്ലാവർക്കും ഇടുന്നുണ്ട്. അതിൽ പോയിട്ട് ആര്യം പോയിട്ട് 2 പീസ് എടുത്തത് കണ്ടതുമേ ഷാനവാസും പോയി അതേപോലെ 2-3 പീസ് എടുത്തു. മദ്യ അവിടെ പ്രശ്നത്തിന്. അനുമോൾ ഒരേ കരച്ചിൽ. എന്നും അനുമോൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഷാനവാസ് എന്തെങ്കിലും ഒന്ന് പറയുമോ അത്രേ. അപ്പോൾ അനുമോൾ ഞാൻ ഇതിൽ സെർവ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പോയി ഇരുന്ന് കരയുണ്ടായിരുന്നു. ഷാനവാസ് എങ്ങനെ ചെയ്തതെന്ന് അറിയണില്ല. എപ്പോഴും ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരേമാതിരി വിളമ്പണ്ടേ. അപ്പോൾ ഷാനവാസ് പറയണം എന്തോ ഞാൻ തട്ടെടുത്തിട്ട് ഇങ്ങനെ പോയി നിൽക്കണമെന്ന്. എല്ലാവർക്കും വിളമ്പുന്ന സമയത്ത് എല്ലാവരും അങ്ങനെ നിന്ന് തന്നെ ആവണ്ടേ, ഒരേ അടിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. തട്ടിൽ ചോറിട്ടു കറി ഇടുമ്പോഴേക്കും കറിയിട്ടു എല്ലാവർക്കും കുറേശ്ശെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൈയിട്ട് വാരുന്നത് ആർക്കും അത് ഇഷ്ടപ്പെടില്ലല്ലോ. അവിടെ ഫുഡ് കഴിക്കുന്നവിടെ ഇരുന്ന് വഴക്ക്. നമ്മളെ അനീഷ് പറയണു, ഷാനവാസ് നീ ചെയ്തത് ഭയങ്കര മിസ്റ്റേക്കാണ്, നിനക്ക് ഇങ്ങനെ ഇത്രയും വഴക്കുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റുന്നത് എന്ന് ചോദിക്കുന്നു. അതുവരെയും മണിക്കൂർ കണക്കിനാണ് അവിടെ വഴക്കുണ്ടാകുന്നത്. ടേബിളിലിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ഇങ്ങനെ വഴക്കുണ്ടായാൽ നല്ലതാണോ? അത് തീരെ നന്നല്ലല്ലോ. ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നീ കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോഴാണ് ഷാനവാസിനും കൂടെ ദേഷ്യം വന്നിട്ട് ഫുഡിനെ അവിടെ വെച്ചിട്ട് പോകണ്ടായിരുന്നു. അനീഷ് നല്ല കണക്കിന് പറഞ്ഞു. അപ്പോഴാണ് ഈ ഷാനവാസ് കുറച്ച് ഒതുങ്ങിയത്. ഷാനവാസ് എന്താ ഇങ്ങനെ ചെയ്തത് അത് അറിയണില്ല. ഒരു ഫാമിലിയൊക്കെ വന്നിട്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഇത്രയും മോശമായിട്ടൊരു ഫാമിലി റൗണ്ട് ഈ സീസണിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നും നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ല. അത്ര മോശം ബിഹേവിയേഴ്സ് ആയിരുന്നു ഈ എപ്പിസോഡ്. എല്ലാവരും മറക്കാണ്ട് ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, ലൈക്ക് സപ്പോർട്ടും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.